പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ശരിക്കും ഇന്നേ ദിവസം നമ്മൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ വലിയൊരു അഭിഷേകം നമ്മിൽ നിറയട്ടെ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു ഞെരുക്കമല്ലേ സഹോദരങ്ങളെ. ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നീന്താൻ പറ്റുന്നില്ല. അതായത് ഒഴുക്ക് തിരിച്ച് ഭയങ്കര എതിർദിശയിൽ നിന്ന് ഒഴുക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്കും ഞങ്ങളുടെ ആ ഒഴുക്കിൻ്റെ കൂടെ പോകാനുള്ള ഭയങ്കരമായൊരു പ്രലോഭനം നമ്മളിലൊക്കെ. ഇത് ശരിക്കും ആത്മീയതയെ ഗൗരവമായിട്ട് എടുക്കുന്ന പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരൊക്കെ അനുഭവിക്കുന്നൊരു വേദനയാണ്. ഞങ്ങൾക്ക് ഒഴുക്കിനെതിരെ നീന്താൻ പറ്റാത്ത വിധത്തിൽ ഒഴുക്ക് ഞങ്ങളെ കീഴ്പ്പെടുത്തുന്നു, ലോകം ഞങ്ങളെ കീഴ്പ്പെടുത്തുന്നു എന്നൊക്കെ ശരിക്കും ആത്മീയതയെ ഗൗരവമായിട്ട് കാണുന്നവർ വരെ അത് ഒരു അത്ഭുതമില്ല അതിൽ. ശരിക്കും അതുപോലെ ലോകത്തിൻ്റെ കുത്തൊഴുക്ക്, ലോകത്തിൻ്റെ സ്പിരിറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഇപ്പോൾ കാറ്റീസൺ ടീച്ചേഴ്സിൻ്റെ നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിൽ കാറ്റീസൺ ടീച്ചേഴ്സ് വിവിധങ്ങളായ ഫൊറോനകൾ ഇന്ന് ഒരുമിച്ച് കൂടി ഒരു ഹാഫ് ഡേ സെമിനാറിൽ അതിൽ ശരിക്കും പറയും ഈ പരിശുദ്ധാത്മാവിൽ ചലിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്നവർ, സുവിശേഷ വേലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് കാറ്റഗിസം അധ്യാപകരുടെ ഒരു ഗ്രൂപ്പ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വൈദികരായിക്കോട്ടെ, സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, കാറ്റഗിസ് അധ്യാപകരായിക്കോട്ടെ, വചനത്തിൻ്റെ ശുശ്രൂഷകരായിക്കോട്ടെ, നവീകരണ ശുശ്രൂഷകരായിക്കോട്ടെ, ശരിക്കും നമുക്ക് ലോകപ്രകാരം ലോകം നമ്മളെ ശരിക്കും കീഴ്പ്പെടുത്തും. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ വിരസത തോന്നും, പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് തോന്നും, നമ്മൾ വല്ലാതെ ഒറ്റപ്പെട്ടു എന്ന് തോന്നും. പ്രിയ സഹോദരങ്ങളെ, ഇതിൻ്റെ ഒക്കെ നടുവിലും ഈ ഒരു വിളിയിൽ വിശ്വസ്തരാകാനായിട്ട് സ്വർഗം നമ്മൾ പ്രത്യേകമായി ക്ഷണിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമുക്ക് കാറ്റീസൺ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് തൃശ്ശൂർ അതിരൂപതയിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ രൂപതകളിലും തന്നെ ഈ ജൂൺ 1-നല്ലേ കാറ്റീസ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തലയാഴ്ചകളിൽ നടക്കാൻ സാധ്യതയുണ്ട്. നമുക്കിന്ന് ഈ ഒരു നിയോഗാർത്ഥം നമുക്ക് എല്ലാ മതാധ്യാപകരെയും നമുക്ക് സമർപ്പിച്ച് അത് വലിയൊരു ദൗത്യമാണ്, വലിയൊരു ശുശ്രൂഷയാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഞായറാഴ്ചയാണ് എല്ലാ പ്രോഗ്രാംസും. അപ്പോൾ അതൊക്കെ മാറ്റിവെച്ചൊരു ഹാഫ് ഡേ കർത്താവിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് അവരുടെ ഭാഗത്തുനിന്നുള്ള ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു സമർപ്പണമാണ്. നമുക്ക് പ്രത്യേകമായിട്ട് അവർ സഭയ്ക്ക് ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഒപ്പം തന്നെ അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടില്ലെങ്കിൽ ശരിക്കും നമ്മൾ മടുത്തു പോകും, നമ്മൾ ക്ഷീണിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് വേണ്ടി ഒരു അഭിഷേകം നിറയുന്നതിന് വേണ്ടി നമുക്കൊരു ജപമാല ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4:10. അവിടെ വചനം പറയണേ, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മളിതൊക്കെ ചെയ്തിട്ട് ഒന്നും കർത്താവെ വേണ്ട വിധത്തിൽ ഫലം ചൂടുന്നില്ല. കുട്ടികളെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സുവിശേഷ വേല ചെയ്യുന്നു, എല്ലാവരും എനിക്ക് എതിരായിട്ട് നിൽക്കുന്നു. നമ്മൾ ചെയ്യുന്നതൊക്കെ ഈ വായുവിൽ ചെയ്യുന്നത് പോലെ, വായുവിൽ മുഷ്ടിപ്രയോഗം നടത്തുന്നത് പോലെയൊക്കെ ആണല്ലോ കർത്താവെ എന്നുള്ള ചിന്തയൊക്കെ ഒരു പക്ഷേ നമ്മൾ ചിലപ്പോഴൊക്കെ പുറകോട്ട് നയിച്ചേക്കാം. എന്നാലും പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമേ എന്ന് പറഞ്ഞ് നമ്മളവിടെ ആയിരിക്കുക. ഒരു സമയമുണ്ട് സഹോദരങ്ങളെ, ഈ ശുശ്രൂഷകളെല്ലാം എന്നെ കർത്താവ് ഉയർത്തുന്ന ഒരു സമയമുണ്ട്. അതിനായിട്ട് നമ്മൾ കാത്തിരിക്കണം. അതാണ് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. കർത്താവ് നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. പക്ഷെ അതിനൊരു സമയമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചറാണ് അല്ലേ, നമ്മൾ വരിക, ഫുഡടിക്കുക, പോവുക, അങ്ങനെയുള്ള അതല്ല. എനിക്ക് എഴുതപ്പെട്ടിരിക്കണം. കുറേ നാളൊക്കെ ചിലപ്പോൾ ഒരു ഒറ്റപ്പെടലൊക്കെ നമുക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആത്മീയതയെ ഗൗരവമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ദിവ്യകാരുണ്യവുമായിട്ട് കണക്റ്റഡാണ്. അത് ഉദാശകളുമായിട്ട്, വിശുദ്ധ കുംഭസാരവുമായിട്ട് കണക്റ്റഡാണ്, പരിശുദ്ധ അമ്മയുമായിട്ട് കണക്റ്റഡാണ്. നമ്മുടെ ആത്മീയ ജീവിതം ഒന്ന് വിശകലനം ചെയ്താൽ മതി. നമുക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നതിനേക്കാൾ ഉപരിയായിട്ട് പരിശുദ്ധ കുർബാനയിലുള്ള എൻ്റെ പങ്കാളിത്തം എപ്രകാരമാണ്, പരിശുദ്ധ ജപമാല പ്രാർത്ഥനയിൽ എൻ്റെ പങ്കാളിത്തം എങ്ങനെയാണ് എൻ്റെ കുമ്പസാരം, ഞാൻ എത്ര നാൾ കൂടുമ്പോഴാണ് കുമ്പസാരം, എങ്ങനെയാണ് ഞാൻ കുമ്പസാരിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് ഭയങ്കരമായ ഇതിൽ നമ്മൾ ഒരു യാന്ത്രികത കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മടുത്തു പോകും. നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ മടുത്തു പോകും. നമ്മുടെ ജീവിതം തന്നെ ഒരു മടുപ്പ് നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് നമുക്ക് വലിയ ഉണർവോട് കൂടിയിട്ട് ഈ ഒരു ദിനത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കാം. ഈ 3 മേഖലകൾ, ബലിയർപ്പണം, വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ ജപമാല, ഇതിൽ യാന്ത്രികത കയറി വരാതിരിക്കാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എന്നേക്കും. ആമേൻ.